ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ഇത് അപ്കമിംഗ് വിശേഷമാണ്. ഇന്ന് നാളെയും വരാനിരിക്കുന്ന വിശേഷമല്ല, തെറ്റിദ്ധരിക്കരുത്. വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ. കമ്മിങ് സൂൺ പ്രമോയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നും നാളെയും വരുന്ന വിശേഷം നമ്മൾ നമ്മുടെ മെയിൻ ചാനലിലാണ് ഇടുന്നത്. അപ്പം അത് കാണാൻ ആഗ്രഹമുള്ളവർ ആ ചാനലിൽ പോയി കണ്ടാൽ മതി. ജിൽ ജിൽ ചിന്നു എന്നാണ് ചാനലിന്റെ പേര്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ നയനയ്ക്കൊരു വൻപൻ സ്വീകരണം തന്നെയാണ് അനന്തപുരി തറവാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയും കൂടെ കൊടുത്തത്. കാരണം ഒരു കുറേ അധികം ഡിസൈൻസുകൾ വലിയ അമേരിക്കൻ കമ്പനിയൊക്കെ സെലക്ട് ചെയ്യുകയും അതിലൂടെ കോടികളുടെ ലാഭം വരികയും ചെയ്തു അനന്തപുരി തറവാട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ നയനയ്ക്ക് ഒരു വലിയൊരു ഫംഗ്ഷൻ വെച്ച് അതിൽ സ്വീകരണം കൊടുത്തു. അങ്ങനെ നയനയെക്കുറിച്ച് എല്ലാവർക്കും പറയുവാനും നയനയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുവാനും ഒക്കെ തീരുമാനിച്ചു. അങ്ങനെ ഇന്നലെ എല്ലാവരും നയനയെക്കുറിച്ച് ഓരോ വാക്കുകൾ സംസാരിക്കുകയും നയനയെ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചൊറിഞ്ഞ് നിൽക്കുകയാണ് രേവതിയും വേണുവും അതുപോലെ നമ്മുടെ അനാമികയും ഒക്കെ. കൂടെ ജലജയും അഭിയും ഒക്കെ ഉണ്ട്. ഇവർക്ക് ആർക്കും അത്രയ്ക്ക് പിടിക്കുന്നില്ല. അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് പിടിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അനാമിക ദേഷ്യം വന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. കാരണം പകുതി ആയപ്പോൾ തന്നെ ദേഷ്യം വന്ന് അനാമിക വീട്ടിലേക്ക് തിരിച്ചു പോയി. പുറകെ വേണുവും അതുപോലെ നമ്മുടെ രേവതിയും കൂടെ പോയി. അപ്പോൾ വേണുവും രേവതിയും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ മോളെ പറ്റിയത്? നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പരാജയം മാത്രമാണ് സംഭവിക്കുന്നത്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒരു നല്ല രീതിയിൽ എത്താനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. എനിക്കിനിയിപ്പം ഈ അനന്തപുരി തറവാട്ടിൽ സത്യം പറഞ്ഞാൽ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല. എല്ലാവർക്കും എന്നെ മനസ്സിലായി തുടങ്ങി. അതുപോലെ അച്ഛനെ അമ്മയൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. നമ്മൾ വെറും പരാജയമാണെന്ന് അവർക്കറിയാം. അവരുടെ മുമ്പിൽ വെറും നാണം കെട്ട ഒരു മരുമകളായിട്ടാണല്ലോ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മോളോട് ആരാ പറഞ്ഞ മോള് നാണം കെട്ട മരുമകളാണെന്ന്? ഒരിക്കലും മോളിവിടെ വലിഞ്ഞു കയറി വന്ന് കിടക്കുന്നതല്ല. നീ എത്ര പ്രാവശ്യം അനിയോട് പിണങ്ങി പോയതാണ്. അനി ഓരോ തവണ നിന്നെ വിളിച്ചു വരുത്തിയതല്ലേ. അപ്പം നീ ഒരിക്കലും അവർക്ക് വേണ്ടാത്തവരല്ല, വേണ്ടപ്പെട്ടവൾ തന്നെയാണ്. നമ്മുടെ എല്ലാ സത്യങ്ങളൊന്നും അവരാരും അറിഞ്ഞിട്ടൊന്നുമില്ല. മോള് പേടിക്കേണ്ട. മോൾക്കിപ്പോൾ എന്താ വേണ്ടത്? നയനയെ നിലം പതിപ്പിക്കണം. നയന ഒരിക്കലും ഉയർന്നു നിൽക്കുന്നത് കാണാൻ പാടില്ല. അതല്ലേ മോൾക്ക് വേണ്ടത്? അത് തന്നെയാ അച്ഛ എനിക്ക് വേണ്ടത്. ഇപ്പം ഞാൻ നവ്യനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം അവക്ക് നയനയുടെ അത്രയും വിലയും നിലയും ഒന്നും കിട്ടുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നയനയെ തന്നെയാ. അവളെ മാത്രമാണ് എല്ലാവരും കേന്ദ്രീകരിക്കുന്നത്. ഇപ്പം എന്തേ വല്യമ്മ പോലും അവളെ പുകഴ്ത്താൻ തുടങ്ങി, അവളെ വാഴ്ത്തി പാടാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളെ എങ്ങനെയെങ്കിലും നിലത്ത് പതിപ്പിക്കണം. അവള് ഒരിക്കലും അവള് ഉയരാത്ത രീതിയിലാക്കണം. ഒരിക്കലും അവൾ ഡിസൈനൊക്കെ കൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്കായിരിക്കും എല്ലാം കിട്ടാൻ പോകുന്നത്. അതെനിക്ക് സഹിക്കുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അസൂയോ കുശുമ്പോ ഒക്കെ ആയിരിക്കാം. എങ്കിലും ഞാൻ പറയാ, എൻ്റെ മുകളിൽ ഒരാൾ പറക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതുവരെ ആരും പറന്നിട്ടുമില്ല. പറക്കാനൊട്ട് ഞാൻ അനുവദിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോള് സമാധാനമായിട്ടിരിക്കുക. ഏതായാലും മോളെ, ഞാനൊരു കാര്യം അറിഞ്ഞു. അവരൊരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നയനയും ആദർശം കൂടെയാണ് ആ ഒരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. എങ്ങനെയെങ്കിലും രണ്ടിനെ അങ്ങോട്ട് തട്ടിക്കളയാം. അതാണ് നല്ലതെന്ന് പറയുകയാണ്. അപ്പം ഇത് കേട്ട് വരുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? നിങ്ങൾ തട്ടിക്കളയാം, അത് കളയാം, ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ തവണ ആ നന്ദുവിൻ്റെ പുറകെ നടന്നിട്ട് ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് വേറെ ഒന്നും കൊണ്ടും അല്ലല്ലോ, അവൾ ഫൈറ്റിൽ മിടുക്കിയല്ലേ. ഏതായാലും നയനെ അതുപോലെ ഒന്നുമല്ല. നയനയെ ഒരിക്കലും ഒരാൾക്കും നയനെ തല്ലി തോപ്പിക്കത്തൊന്നുമില്ലല്ലോ. ആരെയും തല്ലി തോപ്പിക്കത്തൊന്നുമില്ല. അതുമല്ല, ആദർശം കൂടി ഇല്ലാതാകണം. ആദർശം നയനയും ഇല്ലാതായെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വക സ്വത്തുക്കളെല്ലാം ആദർശിൻ്റെയും നയനയുടെയും പേരിൽ എഴുതി വെക്കും. ഒരിക്കലും നവ്യ നമുക്കൊരു കരടായിട്ട് നിൽക്കില്ല. കാരണം നവ്യയ്ക്ക് അതിനുള്ള കെൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവരുടെ ഫോറിൻ ട്രിപ്പ്. ആ ഫോറിൻ ട്രിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം. അത് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമ്മളാണ് ചെയ്തതെന്ന് അറിയുന്നത്. ഇവര് വിദേശത്തേക്ക് പോകുമ്പോൾ ഇവരൊരു ചെറിയ ഹണിമൂൺ ട്രിപ്പായിട്ടാണ് പോകുന്നത്. കമ്പനിയിലെ എന്തോ കാര്യങ്ങൾക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും അവര് അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ ഞാൻ ആരെയെങ്കിലും പറഞ്ഞ് ഏർപ്പാടാക്കിയാൽ പോരെ?
എനക്കറിയാമല്ലോ ഈ അച്ഛന് പരിചയമില്ലാത്ത ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ, എല്ലായിടത്തെ ഗുണ്ടകളുമായിട്ട് ഈ അച്ഛന് കമ്പനി ഉള്ളതാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അതേ ഇനി നടക്കുകയുള്ളൂ. ഈ അനന്തപുരി തറവാട്ട് ഒരിക്കലും കൈവിട്ടു പോകാൻ പാടില്ല. കഷ്ടപ്പെട്ട മോൾ ഈ വീടിനകത്ത് കയറി പറ്റിയത്. അതുകൊണ്ട് അതാണ് എൻ്റെ പ്ലാനിങ് എന്നൊക്കെ ഇവർ ഭയങ്കരമായിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവർ നേരത്തെ വന്നു. അപ്പോഴത്തേക്ക് ഇതിനിടയിലും നമ്മുടെ മൂർത്തി മുത്തശ്ശനും വസുന്ധര മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, അനാമിക മോളെ കണ്ടില്ലല്ലോ, അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, അവളെവിടെ പോകാൻ, അസൂയയും കുശുമ്പിനും മരുന്നില്ലല്ലോ. കഷണ്ടിക്കും മരുന്ന് കണ്ടുപിടിച്ചു, പക്ഷേ ഇതുവരെ അസൂയയ്ക്കും കുശുമ്പിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹിക്കാൻ വല്ലാതെ വീട്ടിൽ പോയതായിരിക്കും. ഇതൊന്നും കാണാനുള്ള കെൽപ്പ് അവൾക്ക് ഇല്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അങ്ങനെയാണോ, എങ്കിൽ അനാമിക മോളോട് ചെല്ലുമ്പോൾ ഒന്ന് ചോദിക്കണമല്ലോ. എന്തിനാ വെറുതെ മുത്തച്ഛ അവളോട് ചോദിക്കാൻ പോകുന്നത്, വെറുതെ നമ്മളെ നാണം കെടുകയുള്ളൂ. അതിനൊന്നും ഒരു നാണവും ഇല്ല എന്ന് പറയുമ്പോൾ മോനെ നീ ഇങ്ങനെ അനാമിക മോളെ ഇങ്ങനെ നീ കുറ്റപ്പെടുത്തരുത്. നിന്റെ ഭാര്യയാന്നുള്ളത് നീ മറക്കരുത്. ഒരിക്കലും അത് മറന്ന് നീ ഒന്നും ചെയ്യരുത്. അതുമാത്രമല്ല അവളുടെ വയറ്റിൽ നിന്റെ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് നീ ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് മാത്രം അച്ഛൻ ഞാനെല്ലാം ക്ഷമിച്ചും സഹിച്ച് നിൽക്കുന്നത്. ഏതായാലും ഒരു പരിധിയില്ലേ എല്ലാത്തിനും. ആ കുഞ്ഞിനെ പ്രസവിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുഞ്ഞാണെങ്കിൽ അതിന് ഞാൻ വളർത്തിക്കോളാം, അതിനെനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ അവളുടെ കൂടെയുള്ള ജീവിതം അതെനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം ഒരു കുഞ്ഞിന് ഒരച്ഛനും അമ്മയും അമ്മോനെ വേണ്ടത്. അല്ലാതെ ഒരിക്കലും അച്ഛൻ തനിയാണെങ്കിലും അമ്മ തനിയാണെങ്കിലും ആ കുഞ്ഞ് നല്ല സുഖസൗകര്യത്തോടു കൂടി വളർന്നു കഴിഞ്ഞാലും അതിൻ്റെതായ കുറവ് ആ കുഞ്ഞിനുണ്ടാകും. അതുകൊണ്ട് നീ ആ ഒരു തരത്തിലൊന്നും ചിന്തിക്കരുത്. അത് നിന്റെ തെറ്റാണ്. അത് നീ ചിന്തിക്കുന്നത് അത് വലിയൊരു തെറ്റ് തന്നെയാണെന്ന് പറയാം. അങ്ങനെ ആ ഒരു ഗർഭത്തിന്റെ പേരിലാണ് നമ്മുടെ അനീനെ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഏതായാലും ഇതേ സമയം നമ്മുടെ ആദർശും നയനയും കൂടെ ടൂറിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആദർശും നയനയും എവിടെയൊക്കെയോ കുറേ ഫോറിൻ കൺട്രീസിലൊക്കെ ചുറ്റിക്കറങ്ങി വരാൻ 10-15 ദിവസത്തെ ഒരു വിസയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ദേവയാനി. പക്ഷെ ദേവയാനിയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്ന് ദേവയാനി പറയുന്നില്ല. അപ്പം ദേവയാനി അവിടെ നമ്മുടെ ഓഫീസിലെ ഒരാളുമായിട്ട് ചർച്ച ചെയ്ത് ഈ സംഭവം ഈ ഒരു ഫോറിൻ ട്രിപ്പ് ഒരുക്കി വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. നയനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പം കനകദുർഗ പറയുന്നുണ്ട്, മോളുടെ ഈ ഒരു സന്തോഷം കാണാനാണ് ഞാൻ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്നത്. ഏതായാലും മോള് ഫോറിൻ ട്രിപ്പൊക്കെ പോയിട്ട് വാ, മോൾക്ക് ഇപ്പോഴെങ്കിലും നല്ലൊരു സുഖ ജീവിതം കിട്ടിയല്ലോ. ചെറുപ്പത്തിലെ മുതൽ മോൾ ഒരുപാട് അനുഭവിച്ചതായിരുന്നു, ഇപ്പോഴെങ്കിലും മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ. അത് ഓർത്തിട്ടാണ് ഈ അമ്മയ്ക്ക് സമാധാനം എന്ന് പറയുമ്പം എനിക്കിവിടെ നിന്ന് മാറി നിൽക്കാൻ പേടി അമ്മേ. വേറെ ആരുമല്ല, നവ്യേച്ചി ഇവിടെ ഉണ്ടല്ലോ. നവ്യേച്ചി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ മോൾ എന്തിനാ പേടിക്കുന്നത്? ഇപ്പം നവ്യേനെ നോക്കാൻ ഞാനില്ലേ അവിടെ, ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പം കനകദുർഗ നവ്യനെ നോക്കാനായിട്ട് അനന്തപുരി തറവാട്ടിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കനകദുർഗ അങ്ങനെ പറയുന്നത്. ഞാനില്ലേ നവ്യനെ നോക്കാൻ, നീ പേടിക്കണ്ട, നീ ഈ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക. ഏതായാലും ആദർശമോന്റെ സന്തോഷമായിരിക്കണം ഇനി നിന്റെ സന്തോഷം. നിന്നെയായിട്ട് അങ്ങനെ ഒരു പോകാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അത് സാധിച്ചല്ലേ കൊടുക്കേണ്ടത്. ഇല്ലമ്മ ഞാൻ ഒരിക്കലും ഇത് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഞാൻ ഈ വിമാനത്തിലൊക്കെ കയറി പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോളൊന്നും കൊണ്ടും പേടിക്കണ്ട. ഈ അമ്മയ്ക്ക് എത്ര ചാൻസ് കിട്ടിയതാണെന്നറിയാമോ വിമാനത്തിൽ കയറി പോകാൻ? നിന്റെ അച്ഛനാ വിടാത്തത്. ഏതായാലും മോക്കെങ്കിലും ആ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ, അമ്മ അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ ജലജയ്ക്കും അഭിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജലജയും അഭിയാണെങ്കിൽ നവ്യനെ വീണ്ടും വീണ്ടും പിരികേറ്റിക്കൊണ്ടിരിക്കുക. കണ്ടു പഠിക്കടി, നിനക്കിതിന് വല്ല ഉള്ള കഴിവുണ്ടോ? നിനക്ക് നാക്കിന് നീളം മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ നിനക്കിത് വല്ലതും സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഈ ഗർഭവും വെച്ചിട്ട് ഞാനിനി വിമാനത്തിൽ കയറി പോകാൻ പോവുമല്ലേ. അതുമല്ല എൻ്റെ ഭർത്താവ് നല്ലതായിരിക്കണം, എങ്കിൽ ഞാൻ വിമാനത്തിലും അതുപോലെ റോക്കറ്റിലും ഒക്കെ കയറിയനെ. എൻ്റെ ഭർത്താവ് നല്ലതല്ലല്ലോ, ചൊവ്വല്ലാത്ത ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഞാനതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. എനിക്കിപ്പോൾ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നല്ല രീതിയിൽ പ്രസവിച്ച് അതിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം. അതിനൊരച്ഛൻ, അതിന് മാത്രമാണ് ഇവനെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഇവനെ വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവനെ ഞാൻ 7 പണ്ടേ ഞാൻ കളഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങ് കളഞ്ഞിട്ട് നീ അങ്ങ് പോടി. നീ എന്തിനാ ചുറ്റിപ്പറ്റി ഞങ്ങളുടെ കൂടെ കിടക്കുന്നത്? എൻ്റെ മോനെ സ്വതന്ത്രമാക്ക്. നീ എന്തിനാ ഈ ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചിട്ട് വിടാതെ ഇരിക്കുന്നത്? എൻ്റെ മോൻ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഒന്ന് ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നത്, നിങ്ങൾ എത്ര പറഞ്ഞാലും ഇപ്പം എനിക്ക് വേദനയോ സങ്കടങ്ങളോ ഒന്നുമില്ല. കാരണം അത് കേട്ട് എൻ്റെ കാതിന് തഴമ്പായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാനത് കാര്യമാക്കുന്നില്ല. പിന്നെ എൻ്റെ അനിയത്തിക്ക് പോകാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ പോവുക തന്നെ ചെയ്യും. നിന്റെ അനിയത്തി പോട്ടെ, അവിടെ എങ്ങാനും പോയി ചാകുന്നതായിരിക്കും കൂടി നല്ലത്. പോയി തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. ഇതുപോലെയുള്ള നശൂർണങ്ങളൊക്കെ എന്നിട്ട് കയറ്റിയെടുത്ത് വെച്ചിരിക്കുക മർത്താവെന്നും പറയുന്ന ഒരുത്ത. എന്താ നിങ്ങൾക്ക് വല്യമ്മയുടെ മുമ്പിൽ നേരിട്ട്, അമ്മായിയുടെ മുമ്പിൽ നേരിട്ട് ഇതൊക്കെ പോയി നിന്ന് പറയാനുള്ള ആ ഒരു കേൾപ്പുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. പിന്നെ എൻ്റെ മുമ്പിൽ കിടന്നു ചെറിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാവരെയും പേടിയാണ് താനും. അഭി ഒരു കാര്യം ഓർക്ക്, ഇത്ര വർഷമായിട്ട് നീ ഈ മൂർത്തി ജ്വല്ലറി ജോലി ചെയ്യുക, നീ ഇപ്പോഴും തൊഴിലാളിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്.
അത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് നിന്നെക്കാളും അതുപോലെ നിന്റെ അമ്മേനേക്കാളും സാമ്പത്തികമുണ്ട്. മുത്തച്ഛൻ എനിക്ക് കുറച്ച് സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പേടിക്കാനൊന്നുമില്ല. നീ എന്നെ വിട്ടുപോയാലും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എടാ അവള് പറഞ്ഞത് കേട്ടോ, സ്വത്തെല്ലാം അവളുടെ പേരിലായതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്തെങ്കിലും തഞ്ചത്തിൽ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ സ്വത്ത് പിടിച്ച് തിരിച്ചും നിന്റെ പേരിലേക്ക് എഴുതാനേ. എന്നിട്ട് നിനക്ക് അതിനും പറ്റില്ല. അമ്മേ, അങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തഞ്ചത്തിൽ മേടിച്ചെഴുതാൻ പറ്റുന്ന കാര്യമാണോ? അവളോടൊക്കെ തഞ്ചത്തിൽ നിൽക്കാൻ ആരെ കൊണ്ട് പറ്റും? ആർക്ക് പറ്റും? തഞ്ചത്തിൽ നിന്നിട്ടല്ല ഒരു കൊച്ചിപ്പം വയറ്റിലുള്ളത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ തന്നെയാ ഇതിന്റെ കാരണക്കാരൻ മുഴുവനും. നീ തന്നെയാ എന്റെ സമാധാനമൊക്കെ നഷ്ടപ്പെടുത്തിയത്. ആദർശും അനിക്കും ഒക്കെ ഇപ്പം നല്ലൊരു ഇതാ കിട്ടിയിരിക്കുന്നത്. അവർക്ക് എത്ര ബ്രാഞ്ചുകളാണോ അവരിപ്പം കൊണ്ടു നടക്കുന്നത്. നിനക്ക് ഏതെങ്കിലും ബ്രാഞ്ചിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഒരു ബ്രാഞ്ചിൽ കയറിയിട്ട് അവിടെ തൊഴിലാളിയായിട്ട് നിൽക്കുന്നതല്ലാതെ എന്തെങ്കിലും നിനക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടാണ് അവൻ നിന്ന് ചേലയ്ക്കുന്നത്. നിനക്ക് ആകെ അറിയാവുന്നത് കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കാൻ മാത്രം. എങ്ങനെയാ മകനാണെങ്കിലും പറയാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും ദേഷ്യം വന്നിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും അഭി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അഭിയുടെ മനസ്സിലെ ലക്ഷ്യം ആദർശിനെയും നയനെയും ഇല്ലാതാക്കാതെ അവിടെ ഒരു സ്ഥാനം കിട്ടില്ലെന്ന് തന്നെയാണ്. ഏതായാലും ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ബാലൻസ് വിശേഷം ഞാൻ നാളെ ഉച്ചയ്ക്ക് വന്ന് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ പറയുന്ന ഈ കഥ നിങ്ങൾ ഒരിക്കലും കേൾക്കണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല. കാരണം നമ്മുടെ കഥ കേൾക്കാൻ കുറെ പേര് കാത്തിരിപ്പുണ്ട്. അവർ ചോദിച്ചിട്ടാണ് നമ്മൾ അപ്കമിങ് വിശേഷങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ കുറച്ച് പേര് കമന്റ്സിൽ വന്ന് പറയുന്നുണ്ട് ഇത് എന്തിനാണ് പറയുന്നത് എന്ന്, ഇതിന്റെ ആവശ്യമുണ്ടോ, ഇത് എന്തിനാണ് പറയുന്നത് എന്ന്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും ഇത് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്. താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. നമ്മളോട് ഇങ്ങോട്ട് സജഷൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത്. ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഇടുന്ന വീഡിയോസ് എത്ര വ്യൂ കയറി വരുന്നുണ്ടെന്ന്. അതെല്ലാം നമുക്ക് താല്പര്യമുള്ളവർ ഇരുന്ന് കാണുന്നതാണ്. ഇനിയിപ്പം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ, അപ്കമിങ് വിശേഷം കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കാണാതിരിക്കുക, അല്ലെ സ്കിപ്പ് അടിച്ചിട്ട് പോകുക. ഇനി ചിലവർ പറയുന്നുണ്ട് അൺഫോളോ ചെയ്യുന്ന. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അൺഫോളോ ചെയ്തിട്ട് പോവാം. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഇതെൻ്റെ ഒരു അഹങ്കാര വർത്താനമായിട്ട് പറയരുത്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ സീനുകളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതനുസരിച്ച് നമുക്കത് കിട്ടാനും മാത്രം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ ഈ വീഡിയോസ് നമ്മളിരുന്ന് സിമ്പിളായിട്ട് വന്നിരുന്ന് ചെയ്യുന്നതല്ല. ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. അത് ഞാൻ ഇപ്പം നിർബന്ധിക്കുന്ന ശരിയല്ലോ. നിങ്ങളെല്ലാവരും വന്ന് കാണണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. ആവശ്യമുള്ളവർ കേട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ആരും തെറ്റിദ്ധരിക്കരുത്. അഹങ്കാരം കൊണ്ടൊന്നും ഞാൻ പറയുന്നതല്ല. കാരണം എന്തിനാ വെറുതെ ഇങ്ങനെ വന്ന് കമൻസ് ഒക്കെ ഇട്ട്, ഞാൻ വെറുതെ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ചെയ്യുന്നതല്ലല്ലോ. ഞാനും എനിക്ക് വരുമാന മാർഗത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെയാണ് ഞാനും എൻ്റെ കുടുംബമൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം പിന്നെ എനിക്കും ഇതിൻ്റെതായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു സമയം മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണാനുള്ളത് കൊണ്ടാണ്. അപ്പം അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇഷ്ടമില്ലാത്തവരോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കാണാൻ താല്പര്യം ഇല്ലാത്തവരോട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. പിന്നെ വരാനിരിക്കുന്ന വിശേഷമാണ്. ഇന്നും നാളെയും വരുന്ന വിശേഷമല്ലെന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളോട്. ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല, വരാനിരിക്കുന്ന വിശേഷമാണെന്ന് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പണ്ടൊക്കെ ഞാൻ ലാസ്റ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതും ഒരു കുറ്റമായിട്ട് കണ്ടു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറയാൻ തുടങ്ങിയത്. പിന്നെ അത് തുടങ്ങുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടമില്ലാത്തവർ പോട്ടെ, കാണാൻ ആഗ്രഹമില്ലാത്തത് ഇറങ്ങിപ്പോക്കോട്ടെ ഓർത്തിട്ടാണ് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ അത് പറയുന്നത്. അപ്പം ആർക്കും വിരോധമൊന്നും തോന്നരുത്. എനിക്കറിയാം ഒരുപാട് സ്നേഹമുള്ളവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് കഥ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഈ കഥ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.